മോളെ, ആ മോള് ഇതുവരെ റെഡിയായില്ലേ? കുറച്ച് കഴിയുമ്പോഴത്തേനെ അമ്മയുടെ കൂടെ പഠിച്ച രണ്ട് കൂട്ടുകാരികളും പിന്നെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിമാരും ആൾക്കാരൊക്കെ മോളെ കാണാൻ വരും. അപ്പൊ നല്ല ഡ്രസ്സൊക്കെ എടുത്തിട്ടോ കേട്ടോ. അമ്മേ, ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട്? ഇതിട്ടാ പോരെ? ആ മതി മതി, ഈ ഡ്രസ്സ് മതി. ഈ ഡ്രസ്സ് കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ആ വലിയ മാലയും കൂടി അങ്ങ് എടുത്തിട്ടോ കേട്ടോ. ആദ്യമായിട്ട് മോളെ കാണാൻ വരുമല്ലേ അവരൊക്കെ. എന്നാ പിന്നെ അമ്മ അങ്ങ് ചെല്ലട്ടെ. പിന്നെ ആ പൊട്ടുകൂടി എടുത്ത് വെച്ചോ, അപ്പൊ കാണാൻ കുറച്ചും കൂടി സുന്ദരിയായിരിക്കും. ശരി അമ്മ. ചെല്ലട്ടെ അങ്ങ് അമ്മ താഴെ. അവര് വരുമ്പോ വിളിക്കാമേ. ആ ശരി അമ്മ. ആ, ആരിത്? രാജമ്മയോ? വാ, കേറി വാ. മോളെ, മോളെ കാണാൻ ആരാ വന്നേക്കണേന്ന് നോക്കിയേ. ഇരിക്കിരിക്കി. ഇതാണ് നമ്മുടെ മനുക്കുട്ടന്റെ ഭാര്യ. ഞാൻ അപ്പുറത്തെ വീട്ടിലെ മോളെ. എന്റെ പേര് രാജമ്മ. മോളെ, രാജമ്മ ചേച്ചിക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുപോവാ. എടി, തീരെ ഹൈറ്റ് കുറവാണല്ലോ. അവന്റെ തോളിന്റെ അത്രയെങ്കിലും ഉണ്ടോ? പിന്നെ കളറും തീരെ കുറവ്. നീ ഒന്നും നോക്കിയില്ലേ? ഏയ്, വലിയ ഹൈറ്റ് വ്യത്യാസം ഇല്ലല്ലോ. പിന്നെ നല്ല കളറും ഉണ്ട്. രാജമ്മയ്ക്ക് വെറുതെ തോന്നണതായിരിക്കും. നമ്മുടെ മനുക്കുട്ടൻ വെളുത്ത് തുടുത്തല്ലേ ഇരിക്കുന്നേ. അവൻ ഈ പെണ്ണ് ചേരുവോ? നീ പോയപ്പോ കളറൊന്നും നോക്കിയില്ലേ? എന്റെ രാജമ്മ, ഈ കളറിലും പൊക്കത്തിലും ഒന്നും ഒരു കാര്യമില്ല. സ്വഭാവം നന്നായിരുന്നാ പോരെ. പറഞ്ഞോണ്ട് പറഞ്ഞോണ്ട്. മോളെ, രാജമ്മ ചേച്ചി പറയായിരുന്നേ, അല്ലെങ്കിലും നിറത്തിലും പൊക്കത്തിലൊന്നും ഒരു കാര്യമില്ലെന്നേ. മനസ്സിന്റെ ചേർച്ചയാണ് ഏറ്റവും വലുത്. അതങ്ങ് പറയായിരുന്നു ഞങ്ങള്. എന്നാ ശരി, ഞാൻ ഇറങ്ങട്ടെ. ശരി മോളെ. ആ എന്നാ ശരി, എന്നാ ഇടയ്ക്ക് വാ. മോളെ, ഇതാണ് അമ്മയുടെ ഒരേ ഒരു കൂട്ടുകാരി അശ്വതി. ഞങ്ങളെ സ്കൂളിൽ ഒരുമിച്ചാ പഠിച്ചത്. അന്ന് തൊട്ട് ഇന്നേ വരെ ഞങ്ങളാണ് ബെസ്റ്റ് ഫ്രണ്ട്സ്. നീ ഇതൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ലേ? അതിന് മോളിങ് വന്നല്ലേ ഉള്ളൂ, സമയം ഉണ്ടല്ലോ. നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. എടി, അതിന്റെ കഴുത്തിൽ ആകെ ഒരു മാലയല്ലേ ഉള്ളൂ. കാര്യമായിട്ടൊന്നും കിട്ടിയില്ലേ? വീട്ടിൽ നിൽക്കുമ്പോ ഒത്തിരി മാലയൊന്നും ഇടുന്നത് മോൾക്ക് ഇഷ്ടമല്ല. ഇപ്പൊ ഞാൻ തന്നെ നിർബന്ധിച്ചിട്ടാണ് അവൾ ഈ മാലയെങ്കിലും ഒന്ന് എടുത്തിട്ടത് തന്നെ. എത്ര പാവം കിട്ടി. നീ ഇതൊന്നും നോക്കിയില്ലേ? ഉറപ്പിക്കാൻ പോയപ്പോഴൊന്നും ഇതൊക്കെ പറഞ്ഞങ്ങ് ഉറപ്പിച്ചുകൂടായിരുന്നോ? ഓ, അവന്റെ ഇഷ്ടം മാത്രമേ ഞങ്ങൾ നോക്കിയുള്ളൂ. അല്ലാതെ ഇപ്പൊ അവന്റെ കണക്കും ഒന്നും ഞങ്ങൾ നോക്കിയില്ല. നല്ല സ്വഭാവമുള്ള ഒരു പെങ്കൊച്ച് വേണം, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അതങ്ങ് ഞങ്ങൾ അന്വേഷിച്ചപ്പോ വേറെ കുഴപ്പമൊന്നും തോന്നിയില്ല. അതങ്ങ് നടത്തി കൊടുത്തു. നിനക്കിതൊക്കെ പറയാം. എന്റെ മോനെ കൊണ്ട് 101 പവനെങ്കിലും മേടിച്ച് കെട്ടിപ്പിക്കണം എന്ന് എന്റെ ആഗ്രഹം. ഇന്നത്തെ കാലത്ത് പൈസ ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ? എന്നാ ശരി, ഞാനങ്ങ് ഇറങ്ങട്ടെ കേട്ടോ. ശരി എന്നാ. മോളെ, ഇത് ലീലാമണി. ഈ വീടിന്റെ ഡിസൈൻ ഒക്കെ ചെയ്തത് ഈ ആന്റിയാ. കല്യാണത്തിന് വരാൻ പറ്റിയില്ല, ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിരുന്നു. അല്ല, നീ എന്നാ നാട്ടിൽ വന്നത്? ഞാൻ രാവിലെ 10 മണിക്ക് എത്തി. എണീറ്റ പാടെ മോളെ കാണാൻ ഇങ്ങ് ഓടിപ്പോന്നു. മോളുടെ വീട്ടുപേരെന്താ? പൂന്തോട്ടുകാവ്. പൂന്തോട്ടുകാവ്. പൂന്തോട്ടുകാവ് കേട്ടിട്ടില്ലല്ലോ ഞാൻ. മോളെ, നീ കുടിക്കാൻ എടുക്കെന്തേലും. ഡി, നല്ല തറവാട്ടുകാരൊക്കെ തന്നെ. ഞാൻ ഈ വീട്ടുപേര് എവിടെയും കേട്ടിട്ടില്ല. വലിയ നായരോ മേനോനോ അവിടെ നിന്നും നിനക്ക് പെണ്ണ് കിട്ടിയില്ലേ? എന്റെ മോന്റെ ഇഷ്ടം മാത്രമേ ഞങ്ങൾ നോക്കിയുള്ളൂ, അല്ലാതെ വേറെ ഒന്നും നോക്കിയില്ല. എന്നാ ശരി, എനിക്ക് കുറച്ച് ധൃതിയുണ്ട്, ഞാനങ്ങ് ഇറങ്ങട്ടെ. അല്ല, ഒന്നും കുടിച്ചില്ലല്ലോ. പിന്നെ ഒരു ദിവസം വരാം. ശരി എന്നാ. മോളെ, ഇത് സിന്ധി ചേച്ചി, ഇവിടെ അടുത്തുള്ളതാ. മോളെ, മോൾക്ക് എങ്ങനെയാ ഈ വീടൊക്കെ ഇഷ്ടായോ? ഡി, നീ ഇതിനോട് അമ്മായിമ്മ പോരൊന്നും എടുത്തേക്കരുത് കേട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തേക്കണം. ഓ, പിന്നെ അതൊക്കെ നീ ഇനി പറഞ്ഞിട്ട് വേണ്ടേ എനിക്കറിയാൻ. നീ അങ്ങനൊന്നും ചെയ്യില്ലാന്ന് എനിക്കറിയാം. എങ്കിലും ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഓ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. കേട്ടോ മോളെ, ഇവള് വെറും പാവാ. മോള് സ്വന്തം അമ്മേനെ പോലെ തന്നെ കാണണം കേട്ടോ. എന്നാ ഞാൻ ഇറങ്ങട്ടെ മോളെ. ഇടയ്ക്ക് വരാം. തൊട്ടപ്പുറത്തെ എന്റെ വീട്. സമയം കിട്ടുമ്പോ മോൾ അങ്ങോട്ടേക്ക് ഇറങ്ങും. ആ ശരി, നീ ഇടയ്ക്കിങ്ങ് ഇറങ്ങണം കേട്ടോ. ഈ വരുന്നവരും പോകുന്നവരും പല അഭിപ്രായങ്ങളും പറയും. മോളതൊന്നും കാര്യമാക്കണ്ട കേട്ടോ. അതൊന്നും കുഴപ്പമില്ലമ്മേ, ഞാൻ അതൊന്നും കാര്യമാക്കുന്നില്ല. ശരി, മോളെന്നാ കുറച്ചു നേരം റെസ്റ്റ് എടുത്തോ. ശരി അമ്മ.